ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ശക്തമാക്കിയെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. എന്നാലും എന്തുകൊണ്ടാണ് കേരളം വിട്ടുപോകാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ, പാലക്കാട് വിട്ടുപോകാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തുകൊണ്ടാണ് കേരള പോലീസിന് പിടികൂടാൻ സാധിക്കാത്തത്? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി വരുന്ന വാർത്തകൾ പ്രകാരം പറയപ്പെടുന്നത്, അതായത് രാഹുൽ ആരോപിക്കുന്നത് CPM BJP തമ്മിലുള്ള ഒരു സഖ്യമാണ് രാഹുലിനെതിരെ ഇത്തരത്തിലൊരു പരാതി കൊടുക്കാനുള്ള ഒരു കാരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. അതിനപ്പുറത്തേക്ക് BJP പ്രവർത്തകരുടെ ചില സൈബർ ഹാൻഡിലുകളിൽ വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് CPMന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ടത്. അതിന് കാരണം രാഹുൽ പുറത്ത് നടന്നെങ്കിൽ മാത്രമാണ് ഈ ഒരു വിഷയം ഇനിയും കത്തി നിൽക്കുകയുള്ളൂ. ഒരുപക്ഷെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, രാഹുൽ റിമാൻഡിൽ പോവുകയാണെങ്കിൽ അതോടുകൂടി മാധ്യമങ്ങൾ ഈ ഒരു വിഷയം വിടുമെന്നും അതിനുശേഷം പിന്നീട് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ പറയുന്ന ശബരിമല വിഷയമൊക്കെ വീണ്ടും ഉയർന്നു വരും എന്നുള്ള ഒരു ഭയമാണ് CPMന് ഈ ഒരു നീക്കത്തിലേക്ക് എത്തുന്നത്. അതായത് പോലീസിന് ആഭ്യന്തര വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. രാഹുലിനെ ഇപ്പൊ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യേണ്ട, പതിയെ മതി, നിങ്ങൾ കണ്ടെങ്കിലും കാണാത്തതുപോലെ പോവാം. അതായത് ഇങ്ങനെ പോകുമ്പോൾ മുന്നേ വരുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കി പോവുക. ആ ഒരു രീതിയിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പൊ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ബെയിൽ ഒപ്പിടാൻ വേണ്ടി നേരിട്ട് ഹാജരായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത്രത്തോളം ആയിട്ട് പോലും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ഒരു പരാതി വന്ന സമയത്ത് പോലും, ഫസ്റ്റ് തുടക്കത്തിൽ പരാതി വന്നപ്പോൾ പോലും രാഹുലിന്റെ വീടിന് ചുറ്റും കാവലിൽ നിന്ന പോലീസുകാർ രാഹുൽ പുറത്തിറങ്ങിയാൽ കേസുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ശുഷ്കാന്തിയോടുകൂടി കാത്തിരുന്ന പോലീസുകാർ ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ഇത്രയും വലിയൊരു വാർത്ത വന്നപ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത്രത്തോളം ചർച്ച ചെയ്തിട്ട് പോലും പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ യഥാർത്ഥമായ മറ്റെന്തോ ഗൂഢലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് സംശയിക്കാനൊന്നുമില്ലല്ലോ. ഗൂഢലക്ഷ്യം എന്നതിനേക്കാൾ ഉപരി പിടിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരുപാട് നാൾ ജയിലിൽ കിടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ബെയില് പരിഗണിക്കുന്നത് വരെ പിടി കൊടുക്കാതിരിക്കുക എന്നുള്ളത് അയാളുടെ ആവശ്യമാണ്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സൈബർ ഇടത്തിൽ നടക്കുന്ന അധിക്ഷേപങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി മാറി നിൽക്കുന്നത് കൊണ്ട് മൗന സമ്മതത്തോടെ മാറി നിൽക്കുകയാണ്. ആ പെൺകുട്ടിയെ സൈബർ വിങ്ങിന് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ മൗന സമ്മതത്തോടെ മാറി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു പരാതി മറ്റേതെങ്കിലും ഒരു നേതാക്കന്മാർക്കെതിരെയാണ് ഈ ഒരു പരാതി വന്നിരുന്നതെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ആ ഒരു പെൺകുട്ടിയെ, പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നേതാക്കന്മാർ, അത് നേതാക്കന്മാർ തന്നെയെന്നല്ല, പീഡന പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ പരാതിക്കാരിക്കെതിരെ വലിയ മോശമായ ഒരു രീതിയിൽ അവളെ ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇത്രയും നാളുകളായിട്ടും അല്ലെങ്കിൽ ഈ അടുത്തുള്ള ദിവസങ്ങൾ വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പരാതിക്കാരിയെ മോശമായി ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരാതി വന്നിട്ടും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇത്രയും വലിയ വിഷയങ്ങൾ വന്നിട്ടും ആ പെൺകുട്ടിയെ മോശമായി കാണിക്കുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് യാതൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ അതിൽ നിന്നാണ് കാണുന്നത്. രാഹുൽ ഒരിക്കലും ഒരു പൊതുസമക്ഷം വന്ന് നിന്ന മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ ആ യുവതിയെ അധിക്ഷേപിച്ച് സംസാരിക്കില്ല. കാരണം ഇതുപോലെ ആരെങ്കിലും ഇരുന്ന് പറയും, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ അധിക്ഷേപിച്ചില്ലല്ലോ, എന്നിട്ടും തള്ളിപ്പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഖണ്ഡകാവ്യം എഴുതാനുള്ള ആൾക്കാർ ഇപ്പോഴും സൈബർ വിങ്ങിലുണ്ട്. പക്ഷേ അതിന് പകരമായി ഈ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇന്നലെ ഞാൻ വളരെ അസ്വസ്ഥയായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇതിനു വേണ്ടി മാത്രം തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുണ്ട്. ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ മാത്രം പങ്കുവയ്ക്കാനായി ആ പെൺകുട്ടിയുടെ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും താഴെ പോയി കമന്റ് ചെയ്യുന്ന വളരെ മോശം പ്രവണതയാണ്. ഇത്രയും നാൾ പരാതി എവിടെ, എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള പലരുടെയും ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ്. ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു നിലയിലേക്ക് സമൂഹ മാധ്യമങ്ങൾ ഇത് എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു പങ്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പറഞ്ഞ സൈബർ പോരാളികൾക്കുണ്ട്. ഇത് രാഹുൽ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളോ രാഹുൽ ഇത് എതിർത്തിട്ട് സൈബർ വിങ് ചെയ്യുന്നതോ ഒന്നും ആയിരിക്കില്ല. അദ്ദേഹത്തിന്റെ മൗന സമ്മതം ഉറപ്പായിട്ടും ഇതിലുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഈ പെൺകുട്ടി ഈ പറയുന്ന വോയിസ് ക്ലിപ്പുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റുകളൊക്കെ പുറത്തുവിടാൻ വേണ്ടി അല്ലെങ്കിൽ പങ്കുവച്ചിരിക്കുന്ന മാധ്യമങ്ങൾ തന്നെയല്ലേ ഇതിന് പ്രധാന ഘടകം എന്ന് പറയുന്നത്.
അതായത് രാഹുൽ കഴിഞ്ഞ ദിവസം പറയുണ്ടായിരുന്നു ജനം ടിവിക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. രാഹുൽ അതിന് പറയുന്നുണ്ട്, ജനം ടിവിയുടെ മാനേജ്മെന്റ് ഈ പെൺകുട്ടിയോട് ഇത്തരത്തിൽ കേസ് കൊടുത്തേ തീരുവുള്ളൂ, ജോലി വേണമെങ്കിൽ കേസ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതൊക്കെ രാഹുൽ ആ ഒരു പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ജനം ടിവി ആയാലും അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി പരാതി കൊടുത്ത തന്റെ അനുവാദമില്ലാതെ തന്റെ പേഴ്സണൽ ചാറ്റും കോളും പുറത്തു വിട്ടു എന്ന് പരാതി കൊടുത്ത റിപ്പോർട്ടർ ടിവി ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് മലയാളം ആണെങ്കിലും ഒക്കെ ഈ ഒരു ചാനലുകൾ തന്നെയല്ലേ ഈ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടിയെ എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്? ഒരു തരത്തിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ഇതിന് പിന്നിൽ ഒരു മാധ്യമ അജണ്ടയുണ്ട്, വലിയ മാധ്യമങ്ങൾ ഇതിന് പിന്നിലുണ്ട്, 10 വർഷങ്ങൾക്കുള്ളിൽ ഭരിക്കുന്നത് ഏത് സർക്കാരോ ആയിക്കോട്ടെ അതിന് പിന്നിൽ മാധ്യമങ്ങളുടെ ഒരു കൈ ഉണ്ടാകും, മാധ്യമങ്ങൾ തീരുമാനിക്കും, ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു. അതൊരു വശത്ത് നിൽക്കട്ടെ, അത് വലിയ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ദീർഘവീക്ഷണത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി തെറ്റുകൾ ചെയ്തിട്ടുള്ള സീരിയൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇനിയും കൂടുതൽ ഇരകൾ ഇതിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളൊരു ധർമ്മം ഞാനടങ്ങുന്ന മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു യുവതിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാവാതിരിക്കാൻ ഇതൊരു ചെറിയ കാരണമെങ്കിലും ആകണം. അത് ഞാൻ ആ ധാർമ്മികതയിൽ പിടിച്ചു നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം അത്രമേൽ ആ കുട്ടി ക്രൂശിക്കപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. പരാതി കൊടുക്കില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ പോലും ഇത് 10 സ്ത്രീകളിലേക്ക് ഈ വാർത്ത എത്തി, അല്ലെങ്കിൽ ഒരു 100 സ്ത്രീകളിലേക്ക് ഈ വാർത്ത എത്തി. നാളെ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചാൽ ഇദ്ദേഹം ഒരു സീരിയൽ ഒഫൻഡർ ആണ്, ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള തോന്നൽ ആ കുട്ടികൾക്ക് ഉണ്ടാകുമല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പോൾ പരാതി കൊടുത്തു, ന്യായം നീതിയൊക്കെ നിയമത്തിന്റെ വശത്തൂടെ പോകട്ടെ. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാ സ്ത്രീകൾക്കും ഒരു ബോധ്യം ഉണ്ടാകുമല്ലോ. എന്നാലും ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളുണ്ടാവും. ഇദ്ദേഹം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയപ്പെടുന്ന ഒരു വ്യക്തി ആണ് ജനപ്രതിനിധികൾ. ഇപ്പൊ ജനപ്രതിനിധി എന്നൊരു ലേബലിൽ നിൽക്കുമ്പോൾ, ഇപ്പൊ MLA എന്നുള്ളൊരു ലേബലിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ചെയ്തികളിൽ ഈ നേതാക്കൾക്ക് യുവതലമുറയ്ക്ക് മാതൃകയാകേണ്ട വ്യക്തിയാണ്. ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PC വിഷ്ണുനാഥ്, VT ബൽറാം, അങ്ങനെ ഈ യുവനിര എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്സ് എന്തിനാണ്, രാഷ്ട്രീയം എന്തിനാണെന്ന് ചോദിക്കുന്ന ഒരു യുവതലമുറയ്ക്ക് മാതൃകയാകേണ്ട ഒരു കോർ ടീമാണ്. അതിൽ നിന്നൊരു വ്യക്തി ഇത്തരത്തിൽ അയാൾക്കൊരു മോശം സ്വഭാവം ഉണ്ടാവുക എന്ന് പറയുന്നത് സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ കെവിൻ ജയനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്നിപ്പോൾ സരിതയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു വിഷയമായി നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രാഹുലിന്റെ ഈ പെൺകുട്ടിക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ പറയുന്ന സൈബർ ഹാൻഡിലുകളിൽ നിന്നും പെൺകുട്ടിയുടെ പ്രൊഫൈൽ പുറത്തു വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് സരിത എവിടെ നിൽക്കുന്നു, ഈ പറയുന്ന പെൺകുട്ടി നാളെ എവിടെ നിൽക്കും എന്നുള്ളത്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് എന്നോട് ചോദിച്ചൊരു മാധ്യമപ്രവർത്തനോട് ഞാൻ പറഞ്ഞതാണ്, ആ കുട്ടി പൊതുസമക്ഷത്തിൽ പോയി നിൽക്കാൻ ആ കുട്ടിക്ക് പറ്റില്ല. ആ കുട്ടിയെ പിച്ചി ചീന്തുന്ന, കടിച്ചു കയറാൻ നിൽക്കുന്ന ഒരു സൈബർ വേട്ടപ്പട്ടി കൂട്ടം ഉണ്ടാകും എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ എന്നോട് തിരിച്ചു പറഞ്ഞ ഉത്തരമാണ്, നമുക്കൊരു കൃത്യമായൊരു നീതി ന്യായ വ്യവസ്ഥയുണ്ട്, നമുക്ക് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള, രഹസ്യമൊഴി കൊടുക്കാനുള്ള ഇതുണ്ട്, മറ്റേ കേസിൽ അറിയാമായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ ഇത് ഉറപ്പായും ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ എല്ലാവർക്കും ഒരു ബോധ്യമുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും, ആ പെൺകുട്ടിയുടെ സാഹചര്യം എന്തായിരിക്കും, ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, ആ കുട്ടിയെ എത്ര പേരാണ് ഇനി ആ കണ്ണുകളോടെ കാണാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് എത്ര തന്നെ സംരക്ഷണം നിയമം കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെയും ആ കുട്ടിയുടെ സാഹചര്യം ഇപ്പോൾ വളരെ മോശം തന്നെയാണ്. അതിന് ഈ കാരണഭൂതന്മാരായിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ സൈബർ വേട്ടപ്പട്ടികൾ തന്നെയാണ്. അത് പാർട്ടി സ്പോൺസേർഡ് വേട്ടപ്പട്ടികൾ എന്ന് തന്നെ പറയണം. അല്ല, കേരളത്തിന് പുറത്ത് എവിടെ ഏത് പ്രതികളുണ്ടെങ്കിലും അതിനേക്ക് പിടിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടിരുന്നു കേരള പോലീസിന്റെ ഒരു മികവ്. ഇന്ത്യയെ ഒട്ടാകെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ സംസാര വിഷയമായിരുന്ന ബണ്ടി ചോറിനെ പെട്ടെന്ന് ഒരു ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. സ്വാഭാവികമായും ഈ കേരളത്തിന് പുറത്തു പോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അഭയം തേടുന്ന പ്രതികളെ പോലും അവിടെ പോയി ചെന്ന് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന പോലീസിന് എന്തുകൊണ്ട് കേരളത്തിനകത്ത് തന്നെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത് ഈ പറഞ്ഞ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമല്ല എന്ന് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറയുന്നുണ്ടായിരുന്നു, സ്വർണ്ണക്കൊള്ളയെ പറ്റി സംസാരിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയെ പറ്റി സംസാരിക്കണം, ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്തിനാ സ്വർണ്ണക്കൊള്ളയെ പറ്റി സംസാരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വർണ്ണക്കൊള്ള പോലെ വലിയൊരു ജനവിഭാഗത്തെ കൊള്ളയടിച്ച ഒരു വലിയൊരു
മത സമൂഹത്തെ തന്നെ വഞ്ചിച്ച ഒരു സംഭവമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. ഇതിനെ മുക്കിക്കളയുന്ന തരത്തിൽ ഇതിനെ വലിച്ചു നീട്ടുന്ന, ഈ പരാതി വ്യാജമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ പരാതിയെ യൂസ് ചെയ്ത് അതിനെ വലിച്ചു നീട്ടി വലിയ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി ഒരു രാഷ്ട്രീയ അജണ്ടയോടെ കൂടെ തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്.